2026 തിരുവനന്തപുരം കടക്കുക UDFന് എളുപ്പമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സർവ്വസന്നാഹങ്ങളെയും തയ്യാറാക്കിക്കൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നണികളും പാർട്ടികളും ഏറെക്കുറെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ സാധാരണ മണ്ഡലങ്ങളെ അവലോകനം ചെയ്തുള്ള വീഡിയോകളിൽ പറയാറുള്ളതുപോലെ LDFന് ഭരണ തുടർച്ച അനിവാര്യവും UDFന് അധികാരത്തിലെത്തുക അതിജീവനവും BJPക്ക് കരുത്തു കാട്ടുക എന്നത് ആവശ്യവുമാണ്. ഇതെല്ലാം എല്ലാ തലങ്ങളിലും മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നണികളും പാർട്ടികളും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഓരോ ജില്ലയും അതിലുള്ള മണ്ഡലങ്ങളും പരമാവധി കയ്യിലൊതുക്കുവാനുള്ള തന്ത്രങ്ങളാണ് പാർട്ടികൾ മെനയുന്നത്. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് LDF ശ്രമിക്കുന്നതെങ്കിൽ സർക്കാരിനെതിരായി ജനവികാരം ആളിക്കത്തിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികൾ സമയം കണ്ടെത്തുന്നത്. കേരളം ആര് ഭരിക്കുമെന്നതിൽ നിർണായക സൂചന നൽകുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 14 മണ്ഡലങ്ങളിൽ ഒരിടത്തു മാത്രമായിരുന്നു UDFന് വിജയിക്കുവാൻ കഴിഞ്ഞിരുന്നത്. അതാകട്ടെ കോവളം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന M വിൻസെന്റിനാണ്. കോവളത്ത് ജനതാദൾ എസിനോടാണ് കോൺഗ്രസ് വിജയിച്ചത്. 2016 3 സീറ്റ് ഉണ്ടായിരുന്ന UDFന് കോവളം കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വന്നു. 2006 21,314 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ അരുവിക്കരയിൽ ജയിച്ച KS ശബരിനാഥിന്റെ പരാജയം കോൺഗ്രസ് ക്യാമ്പിനെ പോലും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. CPMലെ G സ്റ്റീഫനാണ് വിജയിച്ചത്. തിരുവനന്തപുരത്ത് VS ശിവകുമാറിനെ അട്ടിമറിച്ച് ആന്റണി രാജു ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഏക MLA ആയി. 2016 നിയമസഭയിൽ BJP അക്കൗണ്ട് തുറന്ന നേമത്ത് കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരനെ CPMലെ V ശിവൻകുട്ടി അട്ടിമറിച്ചു. കോൺഗ്രസ് നേതാവ് K മുരളീധരൻ 3ാം സ്ഥാനത്തായി. ആറ്റിങ്ങലിലെ CPM സ്ഥാനാർത്ഥി OS അംബികയ്ക്കായിരുന്നു ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം. ഇവിടെ RSPയുടെ A ശ്രീധരൻ 3ാം സ്ഥാനത്തായി. കഴിഞ്ഞ തവണ കഴക്കൂട്ടത്ത് സ്വന്തം ഭൂരിപക്ഷം ഉയർത്തി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വിജയിക്കുകയായിരുന്നു. BJPയിലെ ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനത്തെത്തിയപ്പോൾ കോൺഗ്രസിലെ ഡോക്ടർ SS ലാൽ 3ാമതായി. വട്ടിയൂർക്കാവിൽ CPMലെ VK പ്രശാന്ത് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചപ്പോൾ BJPയിലെ VV രാജേഷാണ് 2ാം സ്ഥാനത്ത് എത്തിയത്. ഭരണ തുടർച്ചയ്ക്കായി LDFും ഭരണം തിരിച്ചുപിടിക്കാൻ UDFും സംസ്ഥാനത്ത് ശക്തമായ സാന്നിധ്യമാകാൻ BJPയും കച്ചകെട്ടി ഇറങ്ങിയപ്പോൾ ഇടതിനായിരുന്നു കഴിഞ്ഞ തവണ നേട്ടം. ഇടതിനുണ്ടായ നേട്ടത്തെക്കാൾ എടുത്തു പറയേണ്ടത് പല മണ്ഡലങ്ങളിലും BJP 2ാം സ്ഥാനത്ത് വന്നതിനെ പറ്റിയാണ്. വികസനവും ക്ഷേമ പെൻഷനുകളും പ്രളയം കോവിഡ് കിറ്റുകളും ഒക്കെ മുന്നിൽ വെച്ച് പിണറായി വിജയന്റെ വ്യക്തിപ്രഭാവം ഉയർത്തിക്കാട്ടിയായിരുന്നു CPMും ഇടതുമുന്നണിയും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. സ്പ്രിംഗ്ലറും ലൈഫ് മിഷനും സപ്ലൈകോ കിറ്റും മുതൽ ആഴക്കടൽ മത്സ്യക്കരാറിൽ വരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും സ്വർണ്ണക്കടത്ത് ശബരിമല വിവാദങ്ങളുമടക്കം ഉയർത്തിക്കാട്ടി കടുത്ത പോരാട്ടം UDF കാഴ്ചവെച്ചെങ്കിലും അമ്പെ പരാജയപ്പെടുവാനായിരുന്നു വിധി. BJP ആകട്ടെ വികസനവും ശബരിമല യുവതീ പ്രവേശനവും അടക്കം തെരഞ്ഞെടുപ്പ് വിഷയമാക്കി. M വിൻസെന്റിന്റെ ജനകീയ മുഖത്തിൽ വിശ്വാസമർപ്പിച്ചാണ് വരുന്ന തെരഞ്ഞെടുപ്പിലും മത്സരത്തിന് ഇറങ്ങുന്നത്. എന്നാൽ JDSന്റെ കൈവശമുള്ള സീറ്റ് വരുന്ന തെരഞ്ഞെടുപ്പിൽ CPM ഏറ്റെടുക്കുമെന്ന് അറിയുന്നു. അങ്ങനെ വന്നാൽ അവിടെ LDFന് അട്ടിമറി വിജയത്തിനുള്ള സാധ്യതകളും തള്ളിക്കളയുവാൻ കഴിയുകയില്ല. വട്ടിയൂർക്കാവ് കോൺഗ്രസിന്റെ സുരക്ഷിത മണ്ഡലമായിരുന്നു. സിറ്റിംഗ് MLA ആയ K മുരളീധരനെ വടകരയ്ക്ക് MP ആയി മത്സരിക്കുവാൻ വിട്ടപ്പോഴായിരുന്നു വട്ടിയൂർക്കാവ് കൈവിട്ടു പോകുന്നത്. ഇന്നും ആ തെറ്റായ തീരുമാനത്തെ ഓർത്ത കോൺഗ്രസ് നേതാക്കൾ പശ്ചാത്തപിക്കുന്നുണ്ട് താനും. നിലവിൽ തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിനേക്കാൾ 3 ഇരട്ടി അംഗബലം BJPക്കുണ്ട്. ഒരുപക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പിൽ നഗരസഭ BJP പിടിച്ചെടുക്കുവാനും സാധ്യതയുണ്ട്. നഗരസഭ ഉൾപ്പെട്ട അതിനോട് ചേർന്ന് കിടക്കുന്ന പല മണ്ഡലങ്ങളിലും 2ാം സ്ഥാനത്തുള്ളതും BJPയാണ്. അങ്ങനെ വരുമ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP തങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ വർദ്ധിപ്പിക്കുന്നതിനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ കോവളത്തിന് പുറമെ മറ്റൊരു മണ്ഡലത്തിലും കോൺഗ്രസിനോ UDFനോ വിജയിച്ചു വരിക അത്ര എളുപ്പമല്ല. പിന്നെയും എന്തെങ്കിലും വിജയ സാധ്യതകൾ ഉണ്ടെങ്കിൽ വർക്കല കഹാറിലൂടെ വർക്കലയിലും M വിൻസെന്റിലൂടെ കോവളത്തും മാത്രമാണ്.